ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ ചെയ്ത ഡ്രസ്സിനെ കെയർ ചെയ്യുന്നത് എന്നാണ്. നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത് നമ്മുടെ ഡ്രസ്സുകളെല്ലാം കുറച്ച് ദീർഘകാലം നമുക്കതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ നിലനിർത്തണം, അത് ഫെയ്ഡ് ആവാതെയൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒത്തിരി നമ്മളങ്ങോട്ട് ഒത്തിരി ഭയങ്കര വൈഡായിട്ടുള്ള കാര്യമൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 24 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം ആ പെയിൻറ്റ് ഉണങ്ങാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഉണക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അതിനെ മടങ്ങിയോ ചുളുങ്ങിയോ ഒന്നും വെച്ചേക്കാൻ പാടില്ല. അത് നല്ല സ്ട്രെച്ചായി ഇരുന്നിട്ട് അങ്ങനെ ഇരുന്ന് തന്നെ ഉണങ്ങണം. അല്ലെങ്കിൽ അത് പെയിൻറ്റ് നേരെ ഇരിക്കത്തില്ല, നമുക്കത് ഭയങ്കരമായിട്ടൊരു അഭംഗി പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 24 മണിക്കൂറെങ്കിലും നമ്മൾ ചുരുങ്ങിയത് അതിന് ഉണങ്ങാനുള്ള ടൈം കൊടുക്കുക എന്നുള്ളതാണ്. ഉണങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അയൺ ചെയ്യുക എന്നുള്ളതാണ്. അയൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് പെയിൻറ്റിൻ്റെ മേൾ വശത്ത് നമ്മൾ അയൺ ചെയ്യാൻ പാടില്ല. പെയിൻറ്റ് ചെയ്തതിൻ്റെ നേരെ പിറകു വശത്താണ് നമ്മൾ അയൺ ചെയ്യേണ്ടത്. അത് നല്ല ലൈറ്റ് ഹീറ്റിൽ മാത്രമേ അയൺ ചെയ്യാൻ പാടുള്ളൂ. ഒത്തിരി ഹീറ്റോടു കൂടി നമ്മൾ അയൺ ചെയ്യാൻ പാടില്ല, അത് നമ്മുടെ പെയിൻറ്റ് പോവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും സ്റ്റീം അയൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ മേളിൽ അയൺ ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വാഷ് ചെയ്യുന്നതാണ്. എപ്പോഴും നമ്മൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫസ്റ്റ് വാഷ് എന്ന് പറയുന്നത് 72 മണിക്കൂറിന് ശേഷമാണ്. അതായത് നമ്മൾ 3 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ നമ്മൾ പെയിൻറ്റ് ചെയ്ത ആ ഡ്രസ്സ് നമുക്ക് വാഷ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ഉപയോഗിക്കുന്ന സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജൻ്റ് എന്നൊക്കെ പറയുന്നത് നല്ല മൈൽഡായിട്ടുള്ളത് മാത്രം, വീര്യം കുറഞ്ഞ സോപ്പും അതുപോലെ വീര്യം കുറഞ്ഞ ലിക്വിഡ്സും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ കൈകൊണ്ട് കഴുകുന്നതാണ് എപ്പോഴും ഉത്തമം. നമ്മൾ പെയിൻറ്റ് ചെയ്തതിൻ്റെ മേൽവശത്ത് നമ്മൾ ഒരിക്കലും ബ്രഷ് യൂസ് ചെയ്ത് കഴുകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി നേരം സോക്ക് ചെയ്ത് വെക്കാനും പാടില്ല. നമ്മൾ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് മുക്കി വെക്കുന്നത് ഒത്തിരി നേരം നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഫാബ്രിക്കിന് ഒരിക്കലും നമ്മൾ അതുപോലെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം ഉണക്കുന്ന കാര്യം പറഞ്ഞു, അതിന് ശേഷം നമ്മൾ എങ്ങനെ അയൺ ചെയ്യണമെന്ന് പറഞ്ഞു, അയൺ ചെയ്തതിന് ശേഷം നമ്മൾ കഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി ലാസ്റ്റത്തെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പെയിൻറ്റ് ചെയ്ത് ഫാബ്രിക് ഉണക്കുന്നതാണ്. നമ്മൾ ഒരിക്കലും സണ്ണിന് ഡയറക്റ്റ് ഹീറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ പെയിൻറ്റിങ് ചെയ്ത ഫാബ്രിക് ഒരിക്കലും ഇടാൻ പാടില്ല, ഉണക്കാൻ ഇടാൻ പാടില്ല. അങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റ് നല്ല ഹീറ്റായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറം നല്ല രീതിയിൽ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ഷെയ്ഡിൻ്റെ അടിയിൽ, സൺഷെയ്ഡ് അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ല തണലിൻ്റെ അടിയിൽ, എന്നാൽ കുറച്ച് വെയിലത്ത് അത് ഉണങ്ങാൻ പറ്റുന്ന രീതിയിൽ വേണം ഇടാനായിട്ട്. വാഷ് ചെയ്തിട്ട് നമ്മളൊരിക്കലും പിഴിഞ്ഞ് നമ്മുടെ ഫാബ്രിക്കിനെ ഇടാൻ പാടില്ല. അത് നമ്മൾ വെള്ളം ഊർന്നു പോകുന്ന രീതിയിൽ വേണം ഇടാനായിട്ട്. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഈ ചെറിയ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.